ഈ തള്ള അമ്പലത്തിൽ കയറി പോയിട്ട് കുറെ നേരമായല്ലോ. ഓ, ഇനി ദൈവത്തിനെയും കയ്യിലെടുത്തിട്ടായിരിക്കും ഇറങ്ങി വരുന്നത്. അല്ല, സുശീല ചേച്ചിയല്ലേ ആൾ അതും ചെയ്യും. എന്തായാലും ഇങ്ങോട്ട് വരട്ടെ. അവരെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വരുന്നുണ്ട്. സുശീലേച്ചി തനിച്ചേ ഉള്ളൂ. സുശീലേച്ചി, ആഹാ, നീ ഇവിടെ വന്ന് നിപ്പുണ്ടായിരുന്നോ? എന്താ അമ്പലത്തിൽ കയറാതിരുന്നേ? വകയിലൊരു മാവൻ മരിച്ചതിന്റെ പോലെയുണ്ട് ചേച്ചി. ഞാൻ വന്ന് ഇറങ്ങിയപ്പോഴാ ചേച്ചി അമ്പലത്തിലോട്ട് കയറിയത്. ജസ്റ്റ് മിസ്സായതാ. നിനക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? നിന്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വല്ലതും അറിഞ്ഞോ? ദൈവം സഹായിച്ച് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇന്ദ്രൻ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ ഫോണില് പലതും ഉണ്ട്. അതെനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ. അയ്യോ, അത് അവനവളുടെ ഉമ്മർത്ത് വെച്ചിട്ട് സുകുമാരി വന്നത്. അത് മിക്കവാറും അവൾക്ക് തന്നെ കിട്ടിക്കാണോന്നാ തോന്നുന്നേ. അതെ, ഞാൻ രാത്രി തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? എന്നിട്ട് അവളെന്തു പറഞ്ഞു? ഫോണും ചോദിച്ച് നീ ഇങ്ങ് വാന്ന് പറഞ്ഞു. ചേച്ചി, ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് പേടി ചേച്ചി. ചേച്ചിയും കൂടി എന്റെ ഒപ്പം വാ, നമുക്ക് ഒരുമിച്ച് പോയി ആ ഫോൺ തിരിച്ചു മേടിക്കാം. അതെങ്ങനെയാ സുകുമാരി? എന്നെ എന്റെ മകനെ അവൾ ആട്ടിയിറക്കിയതല്ലേ, അവിടേക്ക് ഞാൻ എങ്ങനെയാ കയറി ചെല്ലുന്നേ? അതെ, ചേച്ചിയുടെ സംബന്ധ വീടൊന്നും അല്ലല്ലോ ഇപ്പൊ അത്. അവൾക്ക് പണിയെടുക്കാൻ പോയിട്ടല്ലേ അവൾ ആട്ടിയിറക്കിയത്. ചേച്ചി, ആ ഫോണിനകത്തെ കാര്യങ്ങളൊക്കെ അനുപമ പുറത്തു വിട്ടാൽ സുശീല ചേച്ചി വൈറലാവും. എന്നേക്കാൾ കൂടുതൽ നാറുന്നത് ചേച്ചിയായിരിക്കും, അതോർത്തോ. അതവൾക്ക് എടുക്കാൻ പറ്റൂ സുകുമാരി? അല്ല, നിന്റെ ഫോൺ ലോക്കായിരിക്കില്ലേ? അത് മാത്രമാ എന്റെ ഒരു ആശ്വാസം. ഒരു കാര്യം, പക്ഷേ ചേച്ചിയും കൂടെ എന്റെ കൂടെ വരണം. ഞാൻ വരാം, പക്ഷെ വീട്ടിൽ കയറില്ല, മാറി നിക്കത്തേ ഉള്ളൂ. അവളപ്പോ ഫോൺ തന്നില്ലെങ്കിലോ? നീ വിളിച്ചപ്പോ ചെല്ലാനല്ലേ പറഞ്ഞേ? അപ്പൊ ഫോണ് തരാതിരിക്കില്ല, തന്നു വിടുവായിരിക്കും. ശരി, എന്നാ ചേച്ചി വാ, ഇപ്പൊ തന്നെ പോയി രണ്ടിലൊന്നും അറിയണം. എനിക്കാണെങ്കിൽ സെൽഫി എടുക്കാഞ്ഞിട്ട് ഒരു സുഖവും തോന്നുന്നില്ല. നമുക്ക് ചേച്ചിയുടെ ഫോണിലൊരു സെൽഫി എടുത്താലോ? ചേച്ചി ഫോണിങ് താ. അയ്യോ, ഇപ്പൊ സെൽഫി എടുത്താ നിന്റെ നല്ല മുഖം നിനക്ക് കാണാം. അനുപമയുടെ കൈ മുഖത്ത് വീണാ 3 ദിവസം കഴിഞ്ഞേ നീരിറങ്ങും. ഓ ചിരിക്കേച്ചി, സെൽഫി എടുക്കുമ്പോഴേ ബാക്കിയുള്ളതെല്ലാം നമ്മൾ മറക്കണം. മതി, ഒരെണ്ണം കൂടെ. അടിപൊളി. എന്നപ്പോ വാ ചേച്ചി. അയ്യോ, ആരാ? അനുപമയില്ലേ? ഉണ്ട്. നിങ്ങളാരാ? ഞാൻ സുകുമാരി. ഓ, സെൽഫി സുകുമാരി. അതെ, എന്നെ നേരത്തെ അറിയാവോ? കേട്ടിട്ടുണ്ട്. എന്താണാവോ ഇവിടെ? എന്റെ ഫോണേ അനുപമയുടെ കയ്യിലുണ്ട്, അത് വാങ്ങിക്കാൻ വന്നതാ. ഓ, അപ്പൊ വാങ്ങിയിട്ടേ പോകൂ. വരാൻ പറഞ്ഞായിരുന്നു. ഓ, ആണോ? എങ്കി ചേച്ചി തന്നിട്ടേ വിടൂ. അനു ചേച്ചി,
ദേ സുകുമാരി ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. ആ ഫോണേ. ചേച്ചി. ആ അയ്യോ നമസ്കാരം. എന്താ സുകുമാരി, ഇന്നലെ രാത്രി കണ്ട ഉഷാറൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. എന്തു പറ്റി? സുഖമില്ലേ? ഒന്നും പറയണ്ട അനുപമേ. എനിക്ക് ഒരബദ്ധം പറ്റിപ്പോയി. ഞാനൊന്നും മനസ്സറിഞ്ഞ് ചെയ്തതല്ല മോളെ. ആ തള്ള എന്നെ ഇതി ചാടിച്ചതാ ആ സുശീല. എന്താ നോക്കുന്നേ? തള്ള പുറകെ വന്നിട്ടുണ്ടോ? ഇനി ജന്മത്തെ ഞാൻ അശ്രീയോടൊപ്പം കൂട്ടുകൂടില്ല. ഇന്നലത്തോടെ ആ ബന്ധത്തിന് കൊള്ളി മുറിച്ചിട്ടു. മോളെ അനുപമേ, കഴിഞ്ഞ ഒന്നും മനസ്സിൽ വെക്കല്ലേ. എല്ലാത്തിനും ഞാൻ ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുക. ആ ഫോണിങ് തിരിച്ചതാ. ഇത് അത്യാവശ്യം വില വരുന്ന ഫോണാണല്ലോ സുകുമാരി. ഇതൊക്കെ കൊട്ടേഷനിലൂടെ കിട്ടുന്ന കാശിലൂടെ വാങ്ങിക്കുന്നതാവല്ലേ? അയ്യോ, എനിക്കൊരു കൊട്ടേഷൻ പരിപാടിയില്ല. സത്യം പറഞ്ഞ എനിക്ക് സെൽഫി എടുക്കാനുള്ള കൊതി കൊണ്ട് ഞാൻ പട്ടിണി കിടന്ന് വാങ്ങിയ ഫോണാ മോളെ ഇത്. അല്ല, ഇതിന്റെ ലോക്ക് ഒന്ന് തുറക്കണമല്ലോ. ഇത് നമ്പർ ലോക്കോ അതോ ഫിംഗർ ലോക്കാണോ? ഫിംഗറാ. ആ ഇങ്ങതാ ഞാൻ തുറന്നു തരാം. ആ അത് വേണ്ട. ആ ഫിംഗറെ ഒന്ന് വെച്ചു കൊടുത്താ മതി. തുറന്നോളൂ. ദാ ചേരും. ഇന്നലത്തെ ഡ്രാമ മുഴുവൻ സുകുമാരി ഇതിൽ പിടിച്ചിട്ടുണ്ട്. ആഹാ, നമ്മുടെ രണ്ടുപേരുടെയും ഫോണിലേക്ക് ഫോർവേഡ് ചെയ്ത ശേഷം ആ ഫോണിലുള്ളത് മൊത്തം അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. അതൊക്കെ ഞാൻ ഏറ്റു ചേച്ചി. അയ്യോ മോളെ, അതിൽ വേറെ ചില കാര്യങ്ങളൊക്കെ ഉള്ളതാണേ. എല്ലാം മൊത്തത്തിൽ കളയല്ലേ. എന്റെ കളക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം അതിലാ. അതൊന്നും കുഴപ്പമില്ലെന്നേ. ഇന്നു മുതലേ സുകുമാരി പുതിയ ആളാണെന്നല്ലേ പറഞ്ഞ്? ആ അപ്പൊ പിന്നെ എല്ലാം ഒന്നേന്ന് തുടങ്ങുന്നതാ നല്ലത്, അല്ലേ ചേച്ചി? ആ തൊള്ള ഇതുവെല്ലാം കാണുന്നുണ്ടോ?